നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല മോളെ, അവൻ അത്രക്കാരനൊന്നും അല്ല. പിന്നെ ഇതെല്ലാം ദൈവനിശ്ചയല്ലേ? എന്ത് ദൈവനിശ്ചയം? മോളെ, ജീവിതത്തിൽ ചിലപ്പോ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാഴ്ചകൾ ഉണ്ടാവും. ആ കാഴ്ചയുടെ പുറത്ത് പരസ്പരമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? എന്തോന്ന്? ഏത്? എങ്ങനെയെങ്കിലും ഒന്ന് പോയാ മതി ഇവിടുന്ന്. ഇളമോനെ, നീ ആ മാല കൊണ്ടുപോയിട്ട് ആ കൊടിമരത്തിന്റെ താഴെ വെയ്. എന്നിട്ട് ആ പോയ പെണ്ണ് പോലെ, അല്ല നിന്റെ മനസ്സിലുള്ള പെണ്ണിനെ പോലെ ഒരാളെ കിട്ടാൻ പ്രാർത്ഥിക്ക്. എന്നിട്ട് നീ മാല അവിടെ കൊണ്ടുപോയി. എന്തിന് പ്രാർത്ഥിച്ചിട്ട്? ഇതുപോലെ ഒരുത്തിയാണ് വന്ന് കേറുന്നെങ്കിൽ അതോടെ എല്ലാം കഴിഞ്ഞില്ലേ? കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. ചുമ്മാ എനിക്ക് നീ നോക്കിയേ. തിരുമേനി പറഞ്ഞ ആ ലക്ഷ്മി ദേവി ഇവള് തന്നെയാ, എന്റെ ഹരിയുടെ പെണ്ണ്. ഇവൻ തന്നെയായിരിക്കും ഇവൾക്കുള്ള പയ്യൻ. പോടാ. മോനെ, എടാ നിന്നെ ഞാൻ വെച്ചേക്കില്ലേ, പറഞ്ഞേക്കാം. കാണിച്ചു തരടാ നിന്നെ. പോടാ. നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുവരുത്. പൊടി. ഞാൻ പറയട്ടെ, വന്നേ. എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ബഹളം ഉണ്ടാക്കരുത്, വരാൻ. അതെ, എന്താ മോളെ ഇത്? ശരിപ്പെടും. അമ്മ, എനിക്ക് അവന്റെ മുഖം കാണുന്നതേ ഇഷ്ടമല്ല. എന്നിട്ട് എന്റെ കഴുത്തിൽ അവൻ മാല എറിയുന്ന. പോട്ടെ മോളെ, അറിയാതെ പറ്റിപ്പോയതല്ലേ. ഈശ്വര, അമ്മ എന്തിനാ അയാളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന? നല്ല പരിചയമുള്ള മുഖം, എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. കാണും. ഇത്തരം വായി നോക്കിയാൽ എവിടെ ചെന്നാലും കാണും. അവർക്ക് അങ്ങനെ പ്രായവ്യത്യാസമൊന്നും ഇല്ലല്ലോ. അമ്മ വന്നേ, വാ. ഒന്ന് നിക്കണേ. അതെ, അവന് അറിയാണ്ട് പറ്റിപ്പോയതാ. ഒരു കല്യാണ കാര്യം പറഞ്ഞ് ഞാൻ അവന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവനോട് പറയാതെ ഞാൻ ഈ വഴിപാടിന് കൊണ്ടുവന്ന്. അതിന്റെ ദേഷ്യമാ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അയാൾക്കൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തിട്ട് ആ ശാപം കൂടി വാങ്ങണോ? അല്ല മോളെ, അവൻ അത്രക്കാരനൊന്നും അല്ല. പിന്നെ ഇതെല്ലാം ദൈവനിശ്ചയല്ലേ? എന്ത് ദൈവനിശ്ചയം? മോളെ, ജീവിതത്തിൽ ചിലപ്പോ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാഴ്ചകൾ ഉണ്ടാവും. ആ കാഴ്ചയുടെ പുറത്ത് പരസ്പരമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി.
വരുന്നുണ്ടെങ്കിൽ വന്നേ. ഞങ്ങൾക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ഒരു വാടക വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാ. എന്നിട്ട് വീട് കിട്ടിയോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ പുറത്തൊന്നും അധികം പരിചയമില്ല. അതെ, ഞങ്ങളിവിടെ നേതാജി റോഡിലാ താമസിക്കുന്നത്. ആ ലൈനില് ഒരു NRA 28 വാടകയ്ക്ക് കൊടുക്കായിട്ടിരിക്കുക. അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള വീടാ. നിങ്ങളൊന്ന് വന്ന് നോക്കൂ. ആ, നോക്കാം. എപ്പോഴാ വരേണ്ടത്? നിങ്ങളുടെ സൗകര്യം പോലെ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ തന്നെ ഇങ്ങ് പോന്നേക്ക്. വലിയ ഉപകാരം. ഓ അദ്ദേഹം പറഞ്ഞത് സത്യം. എത്ര യാദൃശ്ചികമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. വീടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തിരഞ്ഞു നടന്നാ കിട്ടുമോ? ഇതിപ്പോ പരിചയമുള്ള ഒരാളായില്ലേ. ആ മനുഷ്യന്റെ കൂടെയുള്ള ആളല്ലേ, സൂക്ഷിച്ചു മതി. സൂക്ഷിച്ചോളാം, നീ നടക്ക്. ഹരി, എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാ തിരികെ കാലിപാത്രം കൊടുക്കാൻ പാടില്ലെന്നാ. ഞാൻ പക്ഷെ ഇതിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒന്നും കുഴപ്പമില്ല കാഞ്ചനേച്ചി. സുധാകരേട്ടൻ വരുമ്പോ കൊടുത്തേക്കാം. പിന്നെ കൊടുത്തില്ലെങ്കിൽ എന്നെ കൊല്ലില്ലേ? ആളിപ്പോ ഹരിയുടെ ഫുഡിന്റെ ഫാനല്ലേ. പണ്ടൊക്കെ അയൽവക്കക്കാര് വീട്ടിൽ വെക്കുന്നത് പരസ്പരം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇങ്ങോട്ട് താമസം മാറിയിട്ട് അങ്ങനെ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഞാനും ഇങ്ങനെയുള്ള ചുറ്റുപാടിലൊക്കെ ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒക്കെ. സുധാകരേട്ട ഒരു ദിവസം അവിടെ വന്നപ്പോ ഭക്ഷണം കഴിച്ചു. അന്ന് ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ അത്ഭുതപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോ സുധാകരേട്ടന് കൊണ്ടുവന്നിരുന്നത്. സുധാകരേട്ടൻ മാത്രമല്ല, ഞാനും എന്റെ മക്കളും ഒക്കെ ഹരിയുടെ ഫുഡിനെ കുറിച്ച് ഇടയ്ക്ക് പറയാറുണ്ട്. ഇളയവൾ ഇടയ്ക്ക് പറയും, ഹരിയങ്കിൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാൻ. അല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഏറ്റെടുക്കണ്ട ഹരി. അവറ്റകൾ ഹരിക്ക് പിന്നെ സ്വൈരം തരില്ല. ഹരി ഈ പാചകമൊക്കെ എങ്ങനെയാ പഠിച്ചേ? ഏതെങ്കിലും പുസ്തകം നോക്കിയിട്ടാണോ? ഞാൻ പഠിച്ച പുസ്തകത്തിന്റെ പേര് സാഹചര്യം എന്നാ. വെച്ചുണ്ടാക്കി തരാൻ ആരുമില്ലെങ്കിലേ നമ്മൾ അറിയാതെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിപ്പോവും. ചിലരതിൽ വിജയിക്കും, ചിലർ തോറ്റുപോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.